ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ മാസത്തിൽ നിന്നും, മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം, അതായത് മീനൻ ജലരാശിയായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ, അതായത് 2024 തൊട്ട് 25 വരെക്കും 2025 വരെക്കുള്ള വിഷുഫലത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് നോക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത് ഗുണാധിക്യമാണ് കാണുന്നത്. ഗുണാധിക്യം പറഞ്ഞാൽ ധനലാഭം, അതായത് ധനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സമാനം ഉണ്ടാവുള്ളൂ. കുറേ പണം കിട്ടിയിട്ട് മനസ്സമാനം ഉണ്ടാവും. അതിൽ 110% ആൾക്കാർ കോടിക്കണക്കിനുള്ള സ്വത്തുകൾ ഉണ്ടായിട്ട് മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അത് 10% ആൾക്കാരുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ധനം ഉണ്ടെങ്കിൽ സമാധാനമുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ധനം വേണമെങ്കിൽ തൊഴിൽ പുരോഗതി അല്ലെങ്കിൽ ബിസിനസ് പുരോഗമനം ഇത് വേണം. അപ്പോൾ ബിസിനസ്സിന് പുരോഗമനം ഉണ്ടാവുമോ, തൊഴിൽ പുരോഗമനം ഉണ്ടാവുമോ ഈ വിഷയത്തിൽ നോക്കുന്നത്. തൊഴിൽ പുരോഗമനം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ബിസിനസ് പുരോഗമനം ഉണ്ടാവും. പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതുവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന താഴ്മയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം മേൽക്കോയ്മ, അതായത് ഉയരുവാനുള്ള സാധ്യതകളുണ്ടാവും. കടബാധയിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള സാധ്യത ഉണ്ടാവും. ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ നിന്നെല്ലാം ജപ്തി നിന്നും രക്ഷ നേടുവാനുള്ള മാർഗങ്ങളും ദൈവാധീനം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ സ്വതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതായത് സ്വന്തം ബിസിനസ് നടത്തുന്നവർ, സ്വന്തം കടകൾ നടത്തുന്നവർ, അല്ലെങ്കിൽ സ്വന്തം ഷോപ്പുകൾ നടത്തുന്നവർ, അങ്ങനെയുള്ളവർക്കെല്ലാം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കുറച്ച് വരുമാന മാർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഭൂമി വാങ്ങിക്കുവാനുള്ള യോഗങ്ങളുണ്ടാവും. ഭൂമി വിൽക്കാതെ കിടക്കുന്ന ഭൂമികൾ വിൽക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നാണ് പറയുന്നത് ഈ വർഷത്തിലുള്ള വിഷുഫലത്തിൽ. അതിനുള്ള മാർഗത്തിൻ്റെ ഒരു ഏരിയയായിട്ട് വരികയാണെങ്കിൽ ഭൂമി എല്ലാം വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാം. അത് സമീപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാർഗ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതിൽ ചില കർമ്മങ്ങളെല്ലാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും അത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വിൽക്കാനുള്ള സാധ്യതകളും മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. ദോഷവശങ്ങളും അതുപോലെ തന്നെ ദോഷവശങ്ങൾ ഉണ്ടാണെങ്കിൽ അതിനെ വൃത്തി ചെയ്യാനുള്ള മാർഗങ്ങളെല്ലാം ഉണ്ട്. ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, ധർമ്മദൈവ കോപങ്ങൾ, അതുപോലെ തന്നെ ദുർമരണ പ്രേതത്തിൻ്റെ ഉപദ്രവങ്ങൾ, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫലിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ദോഷനിവൃത്തിയെല്ലാം വന്നിട്ട് അതിനുള്ള പരിഹാരങ്ങളെല്ലാം കാണണം. അതിനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പർ വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ അതിനുള്ള കാരണങ്ങളും അതിനുള്ള പ്രതിവിധികളും പ്രശ്നപരിഹാരങ്ങളും പറഞ്ഞു തരാനുള്ള സാധ്യതകളുണ്ടാവും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലകൾ, സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലകൾ, അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗവേഷണത്തിൽ വിജയം കരസ്ഥമാക്കാനും വൻ വിജയ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകൾ. കമ്പ്യൂട്ടർ ശൃംഖല, മൊബൈൽ ശൃംഖല, ലാപ്ടോപ്പ് അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും, ഷോപ്പുകൾ നടത്തുന്നവർക്കും, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും, എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും ഇമ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം വൻകര ഗുണാനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ കണ്ട് ഈ ഉത്തരാട നക്ഷത്രക്കാർക്ക് ഇനിയുള്ള മേഖലകൾ വളരെ തുറന്നു വരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടും അത് തരപ്പെടാതെ പോയവർക്കെല്ലാം അത് തരപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നും ക്യാഷ് എല്ലാം കൊടുത്ത്, അതായത് പണമെല്ലാം കൊടുത്ത് വിസ കിട്ടാതെ അതിൻ്റെ പേപ്പർ വർക്കുകൾ ശരിയാവാതെ ഇരിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം അത് നിവൃത്തി ചെയ്യാനുള്ള സാധ്യതകളും അതിനുള്ള വഴികളുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും ഇതുവരെ ഉണ്ടായിരുന്ന സമാന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലെവലുകളെല്ലാം മാറി ധനലാഭത്തിന് ഇരയാവാനുള്ള സാധ്യതയും വൻകിട വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള സാധ്യതയുമുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാന പദവികളെല്ലാം കിട്ടുവാനും സ്ഥാനമാന വിജയങ്ങൾ ഇലക്ഷനിൽ വരുവാൻ പോവുകയാണ്. അതിൽ നിന്ന് നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകൾ അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. രാജ്യാന്തര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ വിദേശ സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങളുണ്ടാകും. വിദേശത്തിൽ നിന്ന് വേറെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യതയുണ്ടാവും. ദൂര യാത്രകൾ കൊണ്ടെല്ലാം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളും ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വർണ്ണാഭരണ ബിസിനസ് നടത്തുന്നവർക്കും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും
ഉണ്ടാവും, അതിൽ അഭിവൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, വരുമാന മാർഗങ്ങളുണ്ടാവും, തൊഴിലവസരങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഹൈടെക് മെക്കാനിക്കൽ, വാഹന സംബന്ധമായിട്ടുള്ള ടെക്നോളജികൾ, വാഹന സംബന്ധമായിട്ടുള്ള വിപണികൾ, വാഹന സംബന്ധമായിട്ട് ഏത് വാഹനമായിക്കോട്ടെ ആ വാഹന സംബന്ധമായിട്ടുള്ള വിപണികൾ ഉണർവുണ്ടാകും, വൻകിട നേട്ടങ്ങളുണ്ടാകും, വൻകിട ബിസിനസ് സാധ്യതകളുണ്ടാകും. അതിൽ വർക്ക് ചെയ്യുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനുകളെല്ലാം കിട്ടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ കടലാസ് പണികൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തടസ്സത്തിൽ നിൽക്കുന്നവർക്കെല്ലാം ആ തടസ്സങ്ങളെല്ലാം മാറി ഗവൺമെൻറ് തലത്തിലുള്ള നേതൃത്വങ്ങൾ നമുക്ക് കൈകൂടി വരുവാനുള്ള സാധ്യതയുണ്ട്. കേസ് വഴക്കുകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം തർക്കങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ വന്ന് അതിൽ നിന്ന് ഒത്തുതീർപ്പായി വരുവാനുള്ള സാധ്യതയും, അതുപോലെ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും, പുതിയ ഭവനം ആഗ്രഹിക്കുന്നവർക്കും, ഇഷ്ടപ്പെട്ട ഭവനം ആഗ്രഹിക്കുന്നവർക്കും, ആഡംബര ഭവനം ആഗ്രഹിക്കുന്നവർക്കും അത് സാധ്യമാവാനുള്ള സാധ്യതയും, ആഡംബര ഭവനം, ആഡംബര വാഹനം രണ്ടും ഒന്ന് തന്നെയാണ്. ആഡംബര ഭവനം ഉണ്ടെങ്കിൽ ആഡംബര വാഹനം ഉണ്ടാവും. അതെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയും, ചിരകാലപരമായിട്ട് അതായത് പൈസ കയ്യിൽ കൊണ്ട് നടന്നിട്ട് ഭവനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ വാങ്ങിക്കാനോ വില്ലകൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവരവരുടെ ഭൂമി വാങ്ങിച്ച് അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഭവന നിർമ്മാണം സഹിക്കാനുള്ള ഉദാഹരണം ഈ 2024 തൊട്ട് 2025 സാധ്യമാകും എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് വിഷുഫലത്തിൽ വന്നിരിക്കുന്നത്. ആ വിഷുഫലം അനുഭവ യോഗത്തിൽ വരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ആയവ്യായം എന്ന് നോക്കുന്ന സമയത്ത്, അതായത് വരവ് ചെലവുകളൊക്കെ നോക്കുമ്പോൾ വരവ് തുല്യം ചെലവ് തുല്യം എന്നാണ് പറയുന്നത്. വരവ് 11, ചെലവ് 11. അപ്പോൾ വരവുമില്ല ചെലവുമില്ല എന്ന് പറയുന്നത്. 11 22 രൂപ മഹാദേവ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓ നമശിവായ എന്ന മന്ത്രം 11 ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻ ഭാണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. മുൻ ഭാണ്ഡാരത്തിൽ 22 രൂപ നിക്ഷേപിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ വരവ് ചെലവുകൾ കണക്കുകൾ മാറി തുല്യത മാറി കുറച്ച് മിച്ചം വയ്ക്കുവാനുള്ള സാധ്യത ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള മേഖലകളിൽ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങൾ വന്നു ചേരും. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലത്തിൽ ഗുണാനുഭവങ്ങളാണ്. നമസ്കാരം.